തിയറം 3.2 പറയുന്നത് the Legendre polynomial Pn of t is given by Pn of t equal to 1 by 2 raised to n into n factorial dn by dt raised to n t square minus 1 the whole raised to n. അതായത് ലെജൻഡർ പോളിനോമിയലിനെ നമുക്ക് ടി സ്ക്വയർ മൈനസ് 1 the whole raised to n ന്റെ nth ഡെറിവേറ്റീവ് ഇൻറ്റു 1 by 2 raised to n n factorial എന്ന് ഡിനോട്ട് ചെയ്യാം എന്നാണ് തിയറം പറയുന്നത്. സോ ഇതിൻ്റെ പ്രൂഫിലേക്ക് പോയാൽ നമ്മൾ വി ഈ ടി സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു എന്നിനെ വി എന്ന് എടുക്കുന്നു. സോ വി ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു എൻ. അതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുന്നു. ഇനി അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് അതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? ഡി വി ബൈ ഡി ടി ഈക്വൽ ടു എൻ ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു 2t. അതായത് ഇത് നമ്മൾ സാധാരണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു 2t. ഈ ടി സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു എൻ മൈനസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? ടി സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു എൻ ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു മൈനസ് 1 ആണ്. സോ അത് താഴേക്ക് വരുമ്പോൾ ടി സ്ക്വയർ മൈനസ് 1 ആകും. സോ ഈ ടി സ്ക്വയർ മൈനസ് 1നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ വരും? ടി സ്ക്വയർ മൈനസ് 1 ഡി വി ബൈ ഡി ടി ഈക്വൽ ടു എൻ ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു എൻ ഇൻറ്റു 2t ഇങ്ങനെ വരും. സോ നോക്കി ഈ ടി സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു എൻ എന്താണ്? നമ്മുടെ വി ആണ്. ഈ വി ആണത്. സോ ഇതിന് പകരം നമുക്ക് വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ എന്ത് വരും? 2t എൻ വി എന്ന് വരും. സോ ടി സ്ക്വയർ മൈനസ് 1 ഡി വി ബൈ ഡി ടി ഇതിൻ്റെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് 2t എൻ വി ഈക്വൽ ടു 0. സോ ഇത് ഇക്വേഷൻ നമ്പർ 2. സോ ഈ ഇക്വേഷനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷൻ നമ്പർ 2നെ n+1 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് യൂസിങ് ലെബനിറ്റ്സ് തിയറം. ലെബനിറ്റ്സ് തിയറം ഉപയോഗിച്ച് നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 2നെ n+1 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ ലെബനിറ്റ്സ് തിയറം എന്തായിരുന്നു? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, രണ്ട് ടേംസിൻ്റെ പ്രോഡക്റ്റ് ഫോമിൽ കിടക്കുന്ന രണ്ട് ടേംസിൻ്റെ nth ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? യു എൻ വി. അതായത് ഫസ്റ്റ് ടേമിനെ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, അപ്പോൾ സെക്കൻഡ് ടേമിനെ അതേപോലെ എഴുതുന്നു. പ്ലസ് എൻ സി 1 ഫസ്റ്റ് ടേമിനെ n-1 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, അപ്പം സെക്കൻഡ് ടേമിനെ നമ്മൾ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അങ്ങനെ എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേം എങ്ങനെ വരും? എൻ സി എൻ ഫസ്റ്റ് ടേമിനെ അങ്ങനെ തന്നെ എഴുതുന്നു, സെക്കൻഡ് ടേമിനെ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഇതാണ് ലെബനിറ്റ്സ് തിയറം ഉപയോഗിച്ച് നമ്മൾ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. സോ ഇവിടെ നമുക്ക് n+1 ടൈംസ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ നോക്കി ഇതിപ്പം ടി സ്ക്വയർ മൈനസ് 1 ഡി വി ബൈ ഡി ടി ഇതൊരു പ്രോഡക്റ്റ് ഫോമാണ് കിടക്കുന്നത്. സോ ഇതിനെ നമുക്ക് n+1 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ ഈ 2n. സോ ഇവിടെ ഇപ്പം എന്താണ് 2n എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി 2n ഇൻറ്റു ടി വി. സോ ഈ ടി വി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഫോമിലല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ ഈ ടി വിനെ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ ഇവിടെ നമ്മൾ ഈ ടി സ്ക്വയർ മൈനസ് 1നെ സെക്കൻഡ് ടേമായിട്ടും ഡി വി ബൈ ഡി ടിനെ ഫസ്റ്റ് ടേമായിട്ട് എടുത്താണ് n+1 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരും? ഡി n+1 ഡി വി ബൈ ഡി ടി ഇൻറ്റു ഈ ടേമിനെ അതേപോലെ തന്നെ ടി സ്ക്വയർ മൈനസ് 1 പ്ലസ് n+1 സി 1 ഡി എൻ ഡി വി ബൈ ഡി ടി ഡി വി ബൈ ഡി ടിന് n ടൈംസ് ഇൻറ്റു ഈ ടി സ്ക്വയർ മൈനസ് 1നെ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2t വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്ലസ് n+1 സി 2 ഡി n-1 ഡി വി ബൈ ഡി ടി ഡി വി ബൈ ഡി ടിനെ n-1 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു ഇൻറ്റു ഈ 2tനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 പ്ലസ് അടുത്ത ടൈം എങ്ങനെ വരും? n+1 സി 3 ഡി n-2 ഡി വി ബൈ ഡി ടി ഇതിനെ n-2 ടൈംസ് ഇൻറ്റു ഈ 2ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് 0 വരും. സോ വി ആർ ഡൺ വിത്ത് ഈ ഫസ്റ്റ് രണ്ട് ഇതിൻ്റെ n+1 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമ്മൾ കഴിഞ്ഞു. ഇവിടെ നമുക്ക് 0 വന്നില്ല, പിന്നെയും ഫർദർ ഒന്നുമില്ല. അടുത്തത് ഈ 2n ഇൻറ്റു ടി വി ഇതിനെ നമ്മൾ n+1 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. സോ ഈ 2nനെ പുറത്തെടുത്തിട്ട് ബാക്കി എന്ത് വരും? ഈ വിനെ നമ്മൾ ഫസ്റ്റ് ടേമായിട്ടും ടീനെ സെക്കൻഡ് ടേമായിട്ടും കൺസിഡർ ചെയ്താണ് ചെയ്യുന്നത്. ഇപ്പോൾ 2n ഇൻറ്റു ഡി n+1 വി വിനെ ഡി n+1 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു ഇൻറ്റു ടീനെ അതേപോലെ തന്നെ എഴുതുന്നു പ്ലസ് വിനി n ടൈംസ് ഡി എൻ ഓഫ് വി ഇൻറ്റു
ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 വരും ഇൻറ്റു n പ്ലസ് 1 C1 പ്ലസ് ഇനി വിനെ n-1 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു ഇൻറ്റു ഈ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ഇൻറ്റു n പ്ലസ് 1 C2 എന്ന് വരുന്നു. അതെന്ന് പറയുന്നത് എന്താണ്? ടി സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ഡി എൻ പ്ലസ് 1 ഡി വി ബൈ ഡി ടി പ്ലസ് ഈ n പ്ലസ് 1 C1നെ നമുക്ക് n പ്ലസ് 1 C1 എന്താണ്? n പ്ലസ് 1 ആണ് ഇൻറ്റു ഡി എൻ ഡി വി ബൈ ഡി ടി ഇൻറ്റു 2t പ്ലസ് n പ്ലസ് 1 C2 എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഇൻറ്റു ഡി എൻ മൈനസ് 1 ഡി വി ബൈ ഡി ടി ഇൻറ്റു 2 ഈ 2 ഇൻറ്റു ക്യാൻസലായി പോവും പ്ലസ് ഈ ടേം എന്താവും? 0 ആയി പോകും ഇൻറ്റു 0 അല്ല അപ്പോൾ ഇത് 0 ആയി പോകും മൈനസ് ഇനി 2n നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് വരും? 2n ഡി എൻ പ്ലസ് 1 വി ടി മൈനസ് ഈ n പ്ലസ് 1 C1 എന്താണ്? n പ്ലസ് 1 ഇൻറ്റു ഈ 2n അകത്തേക്ക് പോകും 2n പിന്നെ എന്താണ്? ഡി എൻ ഓഫ് വി പ്ലസ് ഈ ടേം എന്താകും? 0 ആകും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പിൽ ഈ ടി സ്ക്വയർ മൈനസ് 1 അതിൽ നിന്ന് ഒരു മൈനസ് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? മൈനസ് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ എന്നിട്ട് ഇനി ഇവിടെ ശ്രദ്ധിക്കുക ഡി എൻ പ്ലസ് 1 ഡി വി ബൈ ഡി ടി ആണ്. സോ ഇതിന് നമുക്ക് അതായത് n ടൈംസ് ഡി എൻ എന്നുള്ള ഒരു ഫോമിലേക്ക് മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഡി എൻ പ്ലസ് 1 അല്ല, അപ്പോൾ ഡി എൻ അതായത് n ടൈംസ് ഡി വി ബൈ ഡി ടി ചെയ്യാനായിട്ട് ആ ഒരു ടേമിലേക്ക് ഡി എൻ എന്നുള്ള ടേമിലേക്ക് വരാനായിട്ട് ഈ ഡി വി ബൈ ഡിനെ ഒരു തവണയും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നെ എഴുതാൻ പറ്റും? ഡി എൻ ഇൻറ്റു ഡി വി ബൈ ഡി ടി. കാരണം ഒരു തവണ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, ബാക്കി എത്ര ടൈംസും കൂടെ ഉണ്ട്? n ടൈംസും കൂടെ ഉണ്ട്. സോ അപ്പം അങ്ങനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഡി എൻ വി. അതുപോലെ തന്നെ n പ്ലസ് 1 ഡി എൻ. ഇതിപ്പോൾ ഡി എൻ ഫോമിൽ തന്നെ ആയതുകൊണ്ട് ഡി അത് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, മാറ്റാനൊന്നുമില്ല. ഡി ബൈ ഡി ടി ഡി എൻ ഓഫ് വി 2t പ്ലസ് ഇവിടെ നോക്കി n ഇൻറ്റു n പ്ലസ് 1 ഡി എൻ മൈനസ് 1 ഡി വി ബൈ ഡി ടി ആണ്. അപ്പോൾ ഇതിനെ ഡി എൻ ആ ഒരു ഫോമിലാക്കാൻ വേണ്ടി ഡി വി ബൈ ഡി ടിക്ക് ഇതിന് എന്ത് മാറ്റം വരുന്നുണ്ട്? ഇതിനെ വി ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഡി എൻ മൈനസ് 1 ടൈംസ് ഡി വി, അതായത് ഡി വി ബൈ ഡി ടിനെ n മൈനസ് 1 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിനോട് ഈക്വലാണ് വിനെ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ അതാണ് ഈ എഴുതിയിരിക്കുന്നത് n ഇൻറ്റു n പ്ലസ് 1 ഡി എൻ ഓഫ് വി മൈനസ് ആ സെയിം സ്റ്റെപ്പ് തന്നെ ഇവിടെയും ആ ഒരു സെയിം രീതിയിൽ തന്നെ ഇവിടെ മാറ്റാം. മൈനസ് 2n ടി ഡി എൻ പ്ലസ് 1 വി. ഇപ്പോൾ ഡി എൻ ആക്കാനായിട്ട് വിനെ ഒരു തവണയും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ പോരെ? ഡി ബൈ ഡി ടി ഓഫ് ഡി എൻ ഓഫ് വി മൈനസ് 2n ഇൻറ്റു n പ്ലസ് 1 ഡി എൻ ഓഫ് വി ഈക്വൽ ടു 0. അതാണ് ആ സ്റ്റെപ്പ്. ജസ്റ്റ് ഈ ഡി എൻ പ്ലസ് 1 ഡി എൻ മൈനസ് 1 ഒക്കെ മാറ്റി ഡി എൻ ഫോമിലേക്ക് ആക്കാൻ വേണ്ടി ഈ ഡി വി ബൈ ഡി ടി അതിന് കുറച്ച് ചേഞ്ചസ്, അതിന് കുറച്ചൊരു മാറ്റം വരുത്തിയാൽ മതി. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനെയാണ് വന്നതെന്ന്. അപ്പം ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് ഇവിടെ കണ്ടോ, ഈ ഡി ബൈ ഡി ടി ഡി എൻ ഓഫ് വി കോമൺ ആയിട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ ഡി എൻ ഓഫ് വിയും കോമൺ ആയിട്ട് എടുക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ വരും? മൈനസ് 1 ബൈ ടി സ്ക്വയർ ഡി സ്ക്വയർ ഡി ബൈ ഡി ടി സ്ക്വയർ ഡി എൻ ഓഫ് വി പ്ലസ് ഈ ഡി ബൈ ഡി ടി ഡി എൻ ഓഫ് വി കോമൺ എടുത്ത് കഴിയുമ്പോൾ എന്ത് വരും? n പ്ലസ് 1 ഇൻറ്റു 2t മൈനസ് 2nt പ്ലസ് ഡി എൻ ഓഫ് വി കോമൺ എടുത്ത് കഴിയുമ്പോൾ n ഇൻറ്റു n പ്ലസ് 1 മൈനസ് 2n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു ഡി എൻ ഓഫ് വി ഈക്വൽ ടു 0. ഇനി ജസ്റ്റ് ഇതെല്ലാം ബ്രാക്കറ്റെല്ലാം ഓപ്പൺ ചെയ്ത് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുന്നതാണ്. മൈനസ് 1 മൈനസ് ടി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഡി എൻ ഓഫ് വി പ്ലസ് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ 2n പ്ലസ് 2t മൈനസ് 2n ക്യാൻസലായി പോവും. അടുത്ത് ഇവിടെ വരുന്നത് നമ്മൾ n പ്ലസ് 1 കോമൺ എടുക്കുന്നു, n മൈനസ് 2n ഡി എൻ ഓഫ് വി. ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? മൈനസ് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഡി എൻ ഓഫ് വി പ്ലസ് 2t ഡി ബൈ ഡി ടി ഡി എൻ ഓഫ് വി പ്ലസ് ഇത് മൈനസ് n ഇൻറ്റു n പ്ലസ് 1 ആകും. മൈനസ് n ഇൻറ്റു n പ്ലസ് 1 ഡി എൻ ഓഫ് വി ഈക്വൽ ടു 0. സോ ഈ ജസ്റ്റ് ഈ മൈനസ് മാറ്റാനായിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് മാറ്റാനായിട്ട് ഈ ഫുൾ ഇക്വേഷൻ നമ്മൾ മൈനസ് 1 വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 1 മൈനസ് ടി സ്ക്വയർ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഡി എൻ ഓഫ് വി മൈനസ് ഇത് മാറി മൈനസ് ആകും 2t ഡി ബൈ ഡി ടി ഡി എൻ ഓഫ് വി പ്ലസ് ഈ മൈനസ് പ്ലസ് ആകും പ്ലസ് n ഇൻറ്റു n പ്ലസ് 1
dn of v equal to 0. സോ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? 1 പ്ലസ് ടി സ്ക്വയർ എക്സ് ഡബിൾ ഡാഷ് മൈനസ് 2t എക്സ് ഡാഷ് പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ എന്താണ്? ലെജൻഡേഴ്സ് ഇക്വേഷനാണ്. അപ്പം ഈ സെയിം ഫോമിലല്ലേ ഇതും കിടക്കുന്നത്? ഈ എക്സ് ഡാഷ് എന്ന് പറയുമ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം? 1 മൈനസ് ടി സ്ക്വയർ d സ്ക്വയർ ബൈ dt സ്ക്വയർ എക്സ് മൈനസ് 2t d ബൈ dt ഓഫ് എക്സ് പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 അല്ലേ? സോ ഈ സെയിം ഫോമിലല്ലേ ഇവിടെയും കിടക്കുന്നത്? ഈ സെയിം ഫോം ഒരു ഇക്വേഷൻ തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയിരിക്കുന്നത്? അതായത് ഇതൊരു ലെജൻഡേഴ്സ് ഇക്വേഷൻ്റെ ഫോമിൽ നമുക്ക് കിട്ടി. സോ ഇതിൻ്റെ അർത്ഥം എന്താ? 1 മൈനസ് ടി സ്ക്വയർ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ എക്സ് മൈനസ് 2t ഡി ബൈ ഡി ടി ഓഫ് എക്സ് പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഈ ലെജൻഡേഴ്സ് ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ് ഈ എക്സ് എന്നാണ് പറയുന്നത്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ? ഡി എൻ ഓഫ് വി ആണ് കിടക്കുന്നത്. സോ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഡി എൻ ഓഫ് വി എന്ന് പറയുന്നത് ലെജൻഡേഴ്സ് ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ്. നമുക്കറിയാം പി എൻ ഓഫ് ടി, ഈ ലെജൻഡേഴ്സ് പോളിനോമിയലിനെ നമുക്ക് ലെജൻഡേഴ്സ് ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അതായത് പി എൻ ഓഫ് ടി ഈക്വൽ ടു ഡി എൻ ഓഫ് വി എന്ന് എഴുതാൻ പറ്റും. സോ അങ്ങനെ അതിൻ്റെ സൊല്യൂഷനായിട്ട്, ലെജൻഡേഴ്സ് ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ ആ സൊല്യൂഷനോട് ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആ ലെജൻഡേഴ്സ് സൊല്യൂഷനെ കോൺസ്റ്റൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിനെ നമുക്ക് ഈ ലെജൻഡേഴ്സ് പോളിനോമിയലായിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പി എൻ ഓഫ് ടി ഈക്വൽ ടു എ ഡി എൻ ഓഫ് വി. സോ അതിൻ്റെ ഈ ഡി എൻ ഓഫ് വി എന്ന് പറയുന്നത് ഈ ലെജൻഡേഴ്സ് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. അതിനെ നമുക്ക് പി എൻ ഓഫ് ടിയുടെ ലെജൻഡേഴ്സ് പോളിനോമിയലിൻ്റെ ആയിട്ട് ഡിനോട്ട് ചെയ്യാൻ സാധിക്കും. സോ ആ സൊല്യൂഷനെ ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പി എൻ ഓഫ് ടി ആയിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. സോ പി എൻ ഓഫ് ടി ഈക്വൽ ടു എ ഇൻറ്റു ഡി എൻ ഓഫ് വി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഇനി നമുക്ക് ഈ എയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. ഓക്കെ, നമുക്കറിയാം പി എൻ ഓഫ് ടി ഈക്വൽ ടു 1 എപ്പോഴാണ്? ടി 1 ആകുന്ന കേസിൽ പി എൻ ഓഫ് ടി 1 ആണ്. അതായത് ലെജൻഡേഴ്സ് പോളിനോമിയൽ പി എൻ ഓഫ് ടി ഒരു ലെജൻഡേഴ്സ് പോളിനോമിയൽ ആണ് എങ്കിൽ, നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണുന്നതാണത്. പി എൻ ഓഫ് ടി ഒരു ലെജൻഡേഴ്സ് പോളിനോമിയൽ ആണ് എങ്കിൽ പി എൻ ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? 1 തന്നെയായിരിക്കും. ഫോർ ഓൾ n ഈക്വൽ ടു 1 2 3. സോ അത് വെച്ചിട്ടാണ് നമ്മൾ എയുടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ പി എൻ ഓഫ് ടിനെ ഇവിടെ എന്താ? പി എൻ ഓഫ് ടി ഈക്വൽ ടു എ ഡി എൻ ഓഫ് വി അല്ലേ? സോ പി എൻ ഓഫ് ടി നമുക്ക് എന്നെ എഴുതാൻ പറ്റും? എ ഇൻറ്റു ഡി എൻ ഓഫ് വിക്ക് വരെ ടി സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റൈസ് ടു n ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ടി സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റൈസ് ടു n. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? ഡി എൻ ഓഫ് ടി മൈനസ് 1 ഹോൾ റൈസ് ടു n ഇൻറ്റു ടി പ്ലസ് 1 ദ ഹോൾ റൈസ് ടു n. ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. സോ ഇതെന്ന് പറയുന്നത് എന്താ? ടി മൈനസ് 1 ദ ഹോൾ റൈസ് ടു n ഇൻറ്റു ടി പ്ലസ് 1 ദ ഹോൾ റൈസ് ടു n. ഇത് പ്രോഡക്റ്റ് ഫോമിലാണ് ഈ രണ്ട് ടേംസും. ഇതിനെ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ലെബിനിസ് തിയറം ഉപയോഗിച്ച് n ടൈംസ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? എ ഇൻറ്റു ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം. ഫസ്റ്റ് ടേമിനെ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡി എൻ ഓഫ് ടി മൈനസ് 1 ദ ഹോൾ റൈസ് ടു n ഇൻറ്റു സെക്കൻഡ് ടേമിനെ അതേപോലെ എഴുതുന്നു. ടി പ്ലസ് 1 ദ ഹോൾ റൈസ് ടു n പ്ലസ് രണ്ടാമത്തെ ടേമിനെ n മൈനസ് 1 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡി എൻ മൈനസ് 1 ടി മൈനസ് 1 ദ ഹോൾ റൈസ് ടു n ഇൻറ്റു ഈ സെക്കൻഡ് ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഒരു n ഇൻറ്റു ടി പ്ലസ് 1 ദ ഹോൾ റൈസ് ടു n മൈനസ് 1 ഇൻറ്റു n c 1. ഓക്കെ, പ്ലസ് ഡി എൻ മൈനസ് 2 ഈ ടേമിനെ n മൈനസ് 2 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു ഇൻറ്റു ടി ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ സെക്കൻഡ് ഡെറിവേറ്റീവ് ടി പ്ലസ് 1 ദ ഹോൾ റൈസ് ടു n ഇൻറ്റു n c 2 പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടൈം എങ്ങനെ വരും? ഈ ഫസ്റ്റ് ടേം അതേപോലെ തന്നെ ഇതിനെ സെക്കൻഡ് ടേമിനെ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ടി മൈനസ് 1 ദ ഹോൾ റൈസ് ടു n
ഇൻറ്റു ഡി എൻ ഓഫ് ടി പ്ലസ് വൺ ദ ഹോൾ റേസ് ടു എൻ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഫസ്റ്റ് ടേം മാത്രം എടുക്കുകയാണ്. അതായത് എ ഡി എൻ ഓഫ് ടി മൈനസ് വൺ ദ ഹോൾ റേസ് ടു എൻ ഇൻറ്റു ടി പ്ലസ് വൺ ദ ഹോൾ റേസ് ടു എൻ. ആ ഫസ്റ്റ് ടേം മാത്രം എടുക്കുകയാണ്. അപ്പം എങ്ങനെ വരും? എ ഡി എൻ ടി മൈനസ് വൺ ദ ഹോൾ റേസ് ടു എൻ ഇൻറ്റു ടി പ്ലസ് വൺ ദ ഹോൾ റേസ് ടു എൻ പ്ലസ് ബാക്കി വരുന്ന എല്ലാ ടേമും, ഇവിടെ ബാക്കി വരുന്ന ടേംസ് നോക്കിക്കേ. ബാക്കി വരുന്ന ഇത് മാറ്റിയിട്ട് ബാക്കി വരുന്ന എല്ലാ ടേംസിലും ടി മൈനസ് വൺ എല്ലാത്തിലും തന്നെ ഉണ്ടാവും, ടി മൈനസ് വൺ. സോ അതിന് ബാക്കി വരുന്ന ടേംസിൽ നമ്മൾ ടേംസ് കണ്ടെയ്നിങ് ടി മൈനസ് വൺ എന്ന് ജസ്റ്റ് എഴുതുകയാണ്. ജസ്റ്റ് ആ ഭാഗം ഒരു 0 ആയി പോകാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എ ഡി എൻ, അപ്പം ആ ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ എഴുതി. എ ഡി എൻ ടി മൈനസ് വൺ ദ ഹോൾ റേസ് ടു എൻ ഇൻറ്റു ടി പ്ലസ് വൺ ദ ഹോൾ റേസ് ടു എൻ പ്ലസ് ടേംസ് കണ്ടെയ്നിങ് ടി മൈനസ് വൺ. ഇനി നോക്കി ഈ ഡി എൻ ടി മൈനസ് വൺ ദ ഹോൾ റേസ് ടു എൻ. നമ്മൾ ഈ nth ഡെറിവേറ്റീവ് ഫോർമുല പണ്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. nth ഡെറിവേറ്റീവ് ഫോർമുല, അതായത് ഒരു ടേമിൻ്റെ nth ഡെറിവേറ്റീവ് ഇപ്പം ഡി എൻ ഓഫ് എ എക്സ് പ്ലസ് ബി ദ ഹോൾ റേസ് ടു എം, ഇതിൻ്റെ nth ഡെറിവേറ്റീവ്. സോ ഈ ടേമിന് ഇപ്പം ഈ എമ്മും എന്നും ഈക്വൽ ആണ് എങ്കിൽ ഈ ടേം എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ഇൻറ്റു എ റേസ് ടു എൻ ആണ്, വേർ എ എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. ഇഫ് എൻ ഈക്വൽ ടു എം, അതുപോലെ തന്നെ എം ഗ്രേറ്റർ ദാൻ എൻ വരികയാണെങ്കിൽ സോ ഇതിനെ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. സോ ലെസ് ദാൻ എൻ ആണെങ്കിൽ ആ ടേം 0 ആയി പോകും. സോ ഇത് nth ഡെറിവേറ്റീവ് ഫോർമുലയാണ്. ആ ഫോർമുല ഉപയോഗിച്ച് നമുക്കതിനെ മാറ്റി എഴുതാൻ പറ്റും. സോ നമ്മുടെ ഇവിടെ ഡി എൻ ടി മൈനസ് വൺ ദ ഹോൾ റേസ് ടു എൻ, എന്നും എന്നും, സോ ഇത് ഈക്വൽ ആണ്. അതിൻ്റെ അർത്ഥം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എൻ ഫാക്ടോറിയൽ എ റേസ് ടു എൻ. ഇതിന് പകരം നമുക്ക് എൻ ഫാക്ടോറിയൽ എ റേസ് ടു എൻ എന്ന് എഴുതാൻ പറ്റും. കാരണം എന്നും എമ്മും ഇവിടെ ഈക്വൽ ആണല്ലോ, എന്നും എന്നും. സോ അപ്പം എൻ ഫാക്ടോറിയൽ ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ്? ടിയുടെ കോഎഫിഷ്യൻ്റ് എന്താണ്? 1 റേസ് ടു എൻ. സോ 1. സോ ഇതിന് പകരം നമുക്ക് എന്തെഴുതാൻ പറ്റും? എൻ ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എൻ ഫാക്ടോറിയൽ ടി പ്ലസ് 1. ബാക്കി വരുന്നത് ഈ ടി പ്ലസ് 1 ദ ഹോൾ റേസ് ടു എൻ പ്ലസ് ടേംസ് കണ്ടെയ്നിങ് ടി മൈനസ് 1. സോ നമുക്കറിയാം പി എൻ ഓഫ് ടി ഒരു പോളിനോമിയൽ ആയതുകൊണ്ട് പി എൻ ഓഫ് 1 എന്താണ്? 1. അതായത് ടി ഈക്വൽ ടു 1 വരുമ്പോൾ നമുക്ക് എന്തെഴുതാൻ പറ്റും? സോ ദിസ് തിങ് ഈസ് പി എൻ ഓഫ് ടി. പി എൻ ഓഫ് ടി ഈക്വൽ ടു എ ഇൻറ്റു എൻ ഫാക്ടോറിയൽ ഇൻറ്റു ടി പ്ലസ് 1 ദ ഹോൾ റേസ് ടു എൻ പ്ലസ് ടേംസ് കണ്ടെയ്നിങ് ടി മൈനസ് 1. സോ ടിക്ക് 1 കൊടുക്കുമ്പോൾ നമുക്കറിയാം പി എൻ ഓഫ് 1 എന്താണ്? 1 ആകും. സോ പി എൻ ഓഫ് ടിക്ക് 1 ആകുമ്പോൾ 1 ഈക്വൽ ടു എ ഇൻറ്റു എൻ ഫാക്ടോറിയൽ, ടിക്ക് വരെ 1 വരും, 1 പ്ലസ് 1 ദ ഹോൾ റേസ് ടു എൻ പ്ലസ് ഈ ടേം ഫുൾ 0 ആയിപ്പോകും. കാരണം ഈ ടേംസിലെല്ലാം ഇതിൻ്റെ ബാക്കി വരുന്ന ടേംസിലെല്ലാം ടി മൈനസ് 1 ഉണ്ട്. അപ്പം ടി 1 ആകുമ്പം ഇത് 0 ആകും. അപ്പം ആ ടേം ഫുള്ള് 0 ആയി പോകും. സോ ഇതിൽ നിന്ന് നമുക്ക് എയുടെ വാല്യൂ കണ്ടെത്താൻ പറ്റും. എ എന്താണ്? എ ഈക്വൽ ടു 1 പ്ലസ് 1 2 റേസ് ടു എൻ ഇൻറ്റു എൻ ഫാക്ടോറിയൽ. അപ്പം നമുക്ക് എയുടെ വാല്യൂ കിട്ടി, വിച്ച് ഇംപ്ലൈസ് പി എൻ ഓഫ് ടി. ഇനി നമ്മൾ ഈ എയുടെ വാല്യൂ നമ്മൾ നേരത്തെ ഇവിടെ ഒരു ഇക്വേഷൻ എഴുതിയില്ലായിരുന്നോ? പി എൻ ഓഫ് ടി ഈക്വൽ ടു എ ഡി എൻ വി. സോ ഇതിൽ ഈ എയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെ വരും? പി എൻ ഓഫ് ടി ഈക്വൽ ടു എ ഡി എൻ വി. സോ എക്ക് വരെ നമുക്ക് 1/2 റേസ് ടു എൻ ഇൻറ്റു എൻ ഫാക്ടോറിയൽ ഡി എൻ ഓഫ് വി എന്ന് പറയുന്നത് എന്താണ്? ടി സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു എൻ ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 1/2 റേസ് ടു എൻ ഇൻറ്റു എൻ ഫാക്ടോറിയൽ ഡി എൻ ഓഫ് ടി സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു എന്ന് പറഞ്ഞാൽ എന്താ? ഈ ടി സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു എന്നിനെ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അതാണ് ഈ ഡി എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതായത് ഡി എൻ ഓഫ് അതായത് 1/2 റേസ് ടു എൻ എൻ ഫാക്ടോറിയൽ ഇൻറ്റു ഡി എൻ ബൈ ഡി ടി റേസ് ടു എൻ ടി സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു എൻ, ഇതിനെ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ അതല്ലേ നമുക്ക് വേണ്ടിയിരുന്നത്, പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ദാറ്റ് ഈസ് പി എൻ ഓഫ് ടി ഈക്വൽ ടു 1/2 റേസ് ടു എൻ എൻ ഫാക്ടോറിയൽ ഇൻറ്റു ഡി എൻ ബൈ ഡി ടി റേസ് ടു എൻ ടി സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു എൻ. അതായത് പി എൻ ഓഫ് ടീനെ നമുക്ക് ടി സ്ക്വയർ മൈനസ് 1 ദ ഹോൾ റേസ് ടു എന്നിനെ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഇൻറ്റു 1/2 റേസ് ടു എൻ എൻ ഫാക്ടോറിയൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആ ഒരു രീതിയിൽ ഈ പി എൻ ഓഫ് ടീനെ നമുക്ക്
ഡിനോട്ട് ചെയ്യാൻ പറ്റും എന്നായിരുന്നു നമ്മുടെ തിയറം പറഞ്ഞിരുന്നത്. സോ അതാണ് തിയറം. താങ്ക് യു.